ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. മഹേഷ് ബാബു നായകനെത്തിയ സിനിമ അങ്ങനെ ആ സിനിമയുടെ അടുത്തൊരു മൈൽ സ്റ്റോൺ നേട്ടത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം തിയേറ്ററുകളിൽ നിന്ന് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഗുണ്ടൂർ കാരം എന്ന തെലുഗു സിനിമ ഇപ്പോഴത്തെ 200 കോടി ഗ്രോസ് കളക്ഷൻ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുകയാണ്. ബിഗ് ബഡ്ജറ്റ് മഹേഷ് ബാബു സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 235 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥ കണക്കുകൾ 200 കോടിയാണ്. അപ്പോൾ പോലും സിനിമ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കൊണ്ട് വളരെ മികച്ച കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. എന്തായാലും രാജമൗലി സിനിമയിലൂടെ മഹേഷ് ബാബുവിന്റെ വമ്പൻ ബോക്സ് ഓഫീസ് പവർ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഗുണ്ടൂർ കാരം കളക്ഷൻ ഉറപ്പ് നൽകുന്നത്. അടുത്ത റിപ്പോർട്ട് ഡങ്കി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ കളക്ഷൻ ആണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം ഷാറുഖ് ഖാൻ നായകനെത്തിയ ഡങ്കി ലോകമെമ്പാട് നിന്നും 470 കോടി 60 ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത മറ്റൊരു ബോളിവുഡ് സിനിമ കൂടിയായ ടൈഗർ 3 എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഡങ്കി മറികടന്നിരിക്കുകയാണ്. സൽമാൻ ഖാൻ നായകനെത്തിയ YRF സ്പൈ യൂണിവേഴ്സിലെല്ലാം തന്നെ പെട്ട സിനിമയാണ് ടൈഗർ 3 എങ്കിൽ പോലും 1000 കോടി പോയിട്ടും 500 കോടി രൂപ പോലും സിനിമ പ്രതീക്ഷ ലെവലിലേക്ക് എത്തപ്പെട്ടിരുന്നില്ല. ഇപ്പോഴത്തെ ടൈഗർ 3 എന്ന സിനിമയുടെ ഫൈനലാണ് ഡങ്കി മറികടന്നിരിക്കുന്നത്. ഫൈറ്റർ എന്ന ഹൃതിക് റോഷൻ നായകനെത്തുന്ന സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബോളിവുഡിലെ ഏറ്റവും പുതിയ വമ്പൻ സിനിമ കൂടിയ ആക്ഷൻ ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ലോകമെമ്പാട് നിന്നുള്ള പ്രൈസിൽ കളക്ഷൻ ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ സാധ്യതയുള്ള FT കളക്ഷൻ പ്രഡിക്ഷൻ കളക്ഷൻ എല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ പ്രൈസിൽ കളക്ഷൻ 6 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് പ്രൈസിൽ കളക്ഷൻ 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ആദ്യ 2 ദിവസത്തെ ഇന്ത്യൻ സെയിൽ മാത്രം 10 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇന്ത്യയിൽ നിന്ന് മാത്രം ആദ്യ ദിവസം 20 കോടി നെറ്റ് കളക്ഷനാണ് ഫൈറ്റർ എന്ന സിനിമ പ്രതീക്ഷിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം ഹൃതിക് റോഷന്റെ റീമേക്ക് സിനിമകളല്ലാതെ റിലീസ് ചെയ്യുന്ന സിനിമ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ആവറേജ് തുടക്കമാണ് ഈ കളക്ഷൻ എന്നാണ് നിലവിൽ ബോക്സ് ഓഫീസ് അനലിസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനോടുവില്ല 35 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് മമ്മൂക്ക കാമിയോ റോളിലെത്തിയ സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ഫൈനൽ കേരള കളക്ഷൻ 20 കോടി കടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടെങ്കിലും വേൾഡ് വൈഡ് കളക്ഷൻ 40 കോടി കടക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ നാം കാണുന്നില്ല. ഇനി അഥവാ അടുത്ത ദിവസങ്ങളിൽ, അതായത് വരുന്ന ശനി ഞായർ എല്ലാം തന്നെ കഴിയുമ്പോൾ മറികടക്കുകയാണെങ്കിൽ അത് നമുക്കൊരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ കാത്തിരിക്കാം. ജയറാമിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ കൂടി നേടിയെടുത്ത അബ്രഹാം ഓസ്ലറിന്റെ ഫൈനൽ എത്രയാണ് എന്ന് അറിയാനായിട്ട്.